ഇല്ലാത്ത സമയത്ത് എന്താണ് സംഭവിച്ചത്? ആളുകൾ എന്തൊക്കെയോ പറയുന്നു. സത്യം പറയണേ, ആരാണ് ഇവിടെ വന്നത്? അച്ഛാ, എന്റെ അച്ഛാ, എന്നോട് ക്ഷമിക്കൂ. എടി സത്യം പറയാൻ, ടെൽ മീ ദ ട്രൂത്ത്. ആരാണ് ഇവിടെ വന്നത്? മിനു അതാ നഫ്രത്ത്? ആരാണ് ദുഷ്ടൻ? ദുഷ്ടനല്ല അച്ഛാ, ദുഷ്യന്തൻ. ഹസ്തിനപുരിയിലെ ദുഷ്യന്ത മഹാരാജാവ്. ഓഹോ, അയാൾ എന്താണ് നിനക്ക് സമ്മാനിച്ചത്? ദുഷ്യേട്ടൻ എനിക്ക് ഒരുപാട് സ്നേഹം തന്നു, വയറ് നിറയെ സ്നേഹം തന്നു. ഞാൻ ഗർഭിണിയാണ് അച്ഛാ. ശകുന്തളേ, ഗർഭിണിയല്ലടി, ഗർഭിണി. ഫായല്ല, ഫ, ഭരണിയുടെ ഫ. അച്ഛാ, നീ നിന്റെ അമ്മയുടെ പാത പിന്തുടരുകയാണോ? ഇല്ല അച്ഛാ, ദുഷ്യേട്ടൻ നല്ലവനാണ്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേ. ഇല്ല, ഈ ചതി ഞാൻ ഓർക്കില്ല. ആട്ടിൻകാട്ടും കൂർക്കൂപ്പേരി തിരിച്ചറിയാത്ത എന്റെ മകളെ ചതിച്ച ആ ദുഷ്ടനെതിരെ ഞാൻ കേസ് കൊടുക്കും. അതിനുള്ള വാസ്ത ഞാൻ തപസ് ചെയ്ത് നേടും. ഞാൻ ഇപ്പോൾ തന്നെ തപസ് ചെയ്യാൻ പോവുകയാണ്. ദേ പോയി, ദാ വന്നു. ഹലോ ഹലോ, ദുഷ്യേട്ടാ. ഹലോ, ഹൗ ആർ യു? ഐ ലവ് യു. കുടിക്കാൻ കുറച്ച് കാടി വെള്ളം, അല്ല ആ കേടിയുടെ പാലവെള്ളം എടുക്കൂ. നല്ല ദാഹം. ഞാൻ ദുബായിൽ നിന്ന് വരും വഴിയാണ്. ശാപങ്ങൾ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ടീം, 1 മില്യൺ ദിർഹം വില വരുന്ന കോൺട്രാക്ട്. ശകുന്തളേ, ഞാൻ പറഞ്ഞു ഒന്നും നീ കേട്ടില്ലേ? അയ്യോ ദുർവാസാവ്, മഹാമുനി, ഞാൻ ഒരു എമർജൻസി കോളിലായിരുന്നു. അങ്ങ് എപ്പോഴാണ് വന്നത്? ഞാൻ അങ്ങേ ദർശിച്ചതേയില്ല. എനിക്ക് മാപ്പ് തരണം. ഇല്ല, നിനക്ക് മാപ്പില്ല. നീ നമ്മെ അപമാനിച്ചിരിക്കുന്നു. അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവും. നീ ആരുമായാണോ ഫോണിൽ പഞ്ചാരി അടിച്ചുകൊണ്ടിരുന്നത്, അയാൾക്ക് അൽഷിമേഴ്സ് വന്ന് നിന്നെ മറന്നു പോകട്ടെ. അരുത്, അരുത് ദുർവാസാവേ, അരുത്. മാഫിയായ എന്റെ മകളെ ശപിക്കരുത്. ഇവൾ ഗർഭിണിയാണ്, ഇവളോട് ക്ഷമിക്കൂ. ഹസ്തിനപുരിയിലെ ദുഷ്യന്തൻ ഇവളെ ചതിച്ചതാണ്. മഹാമുനി, പാപിയായ ഈ ഉള്ളവളോട് ക്ഷമിക്കണമേ. എനിക്ക് ശാപമോക്ഷം തരൂ. ശാപം തരാൻ മാത്രമേ എനിക്ക് കഴിയൂ. തിരിച്ചെടുക്കാനുള്ള സംഗതി എനിക്കില്ല. എന്നിരുന്നാലും ദുഷ്യന്തനും നീയും തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ കാണിച്ചാൽ മതി. അദ്ദേഹം നിന്നെ തിരിച്ചറിയും. വിഷ് യു ഓൾ ദ ബെസ്റ്റ് മൈ ബോയ്. ഞാൻ പോകട്ടെ.
തപസ് ചെയ്യാനുള്ള സമയമായി. അച്ഛാ, എനിക്ക് എത്രയും വേഗം ദുഷ്യേട്ടന്റെ അടുത്തെത്തണം. എനിക്ക് പേടിയാവുന്നു. മകളെ, നീ ഭയപ്പെടേണ്ട. ദുഷ്യന്തനെതിരെ അച്ഛൻ കേസ് കൊടുത്തിട്ടുണ്ട്. അയാളെ പോലീസ് നോക്കിക്കോളും. അച്ഛാ, ദുഷ്യേട്ടൻ എന്നെ ചതിക്കില്ല. ഞങ്ങൾ തമ്മിലുള്ള പ്രണയഗാഥയുടെ തെളിവ് കാണുമ്പോൾ ദുഷ്യേട്ടൻ എന്നെ തിരിച്ചറിയും. ഇൻഷാ അല്ലാ. എങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടാം. ആനസുവയും കൂടെ വിളിച്ചോളൂ, നമുക്കൊരു കൂട്ടാകുമല്ലോ. ഇത് കഴിക്കും. എന്താ ഇതച്ഛാ? ശുഭകാര്യത്തിന് പോകുമ്പോൾ അല്പം മധുരം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആരാണ് നിങ്ങൾ? മഹാരാജൻ, ഞാൻ അങ്ങയുടെ മന്ത്രിയാണ്. ഓ, ആ മറവി സുഖേട് വന്നതിൽ പിന്നെ ഒന്നും ഓർമ്മയില്ലല്ലേ? ഓ, മന്ത്രി. ആ, എന്താണ് നമ്മുടെ രാജ്യത്തെ വിശേഷങ്ങൾ? നിങ്ങളെ പറ്റി എന്താണ് ജനങ്ങളുടെ അഭിപ്രായം? പിന്നെയും തെറ്റി. നമ്മെ പറ്റി എന്താണ് ജനങ്ങളുടെ അഭിപ്രായം? വെരി ബാഡ്, വളരെ മോശം അഭിപ്രായമാണ്. പ്രഭു, ഇന്നത്തെ പത്രത്തിൽ അങ്ങയെപ്പറ്റി ഒരു ദുഃഖവാർത്തയുണ്ട്. ദുഃഖവാർത്തയോ? എന്താണത്? വായിക്കൂ. ഗൾഫിൽ സ്ത്രീ പീഡനം, പ്രതിയെ പോലീസ് തിരയുന്നു. എന്ത്? ഒന്ന് വിശദമായി വായിക്കൂ മന്ത്രി. ഗൾഫിൽ തീർത്ഥാടന വിസയിൽ തപസ് ചെയ്ത് ജീവിക്കുന്ന കണ്ണോൻ എന്ന മഹർഷിയുടെ സുന്ദരിയായ മകളെ പീഡിപ്പിച്ചതിന് ഹസ്തിനപുരിയിലെ മഹാരാജാവ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ദുഷ്യന്തൻ എന്ന വിവാഹ തട്ടിപ്പ് വീരനെ അവിടുത്തെ പോലീസ് തിരയുന്നു. ദുരിതാശ്വാസ ഫണ്ടുകളുടെ പേരും പറഞ്ഞ് ഗൾഫ് നാടുകളിലെത്തി പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനങ്ങൾ നൽകി പീഡിപ്പിക്കുകയാണത്രേ ഇയാളുടെ പ്രധാന ഹോബി. ഗൾഫ് രാജ്യങ്ങളിലെ പെൺവാണി പസരങ്കിലയിലെ പ്രധാന കണ്ണിയാണത്രേ ഇയാളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് പീഡനത്തിരയായ പെൺകുട്ടിയും അച്ഛനും ഹസ്തിനപുരിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. നിർത്തൂ, ഇത് വെറും കെട്ടുകഥകളാണ്. എന്റെ കോടിക്കണക്കിനുള്ള സ്വത്ത് തട്ടിയെടുക്കാൻ ആരോ ഉണ്ടാക്കിയ കഥകളാണിവ. അവരെ പിടിച്ച് തുറുങ്കിലടക്കും. ആരെവിടെ? അവിടെ ആരും ഇല്ല പ്രഭു. പുറത്ത് ആരോ വന്നിട്ടുണ്ട്. അവരെ അകത്തേക്ക് വിളിക്കൂ. ആരാണ് പുറത്ത്? അകത്തേക്ക് വരൂ. ധന്വസ്മി മഹാരാജാവേ. തഥാസ്തു മഹർഷി. ആരാണ് നിങ്ങൾ? നിങ്ങൾക്ക് എന്തു വേണം? Second
கற்பை திரும்பி நான் தப்பை விட்டு தப்பி வந்தேன் மீண்டும் நீ நேரில் வந்து நின்றாய் உன் நெஞ்சை குத்தி தின்றாய் எனக்கு உன்னை நினைவில்லையே അയച്ചത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് നിങ്ങളെ അറിയില്ല. അറിയില്ലെന്ന് മഹാരാജൻ, ഇവളുടെ കുഞ്ഞാണ് അങ്ങയുടെ വയറ്റിൽ വളരുന്നത്. അല്ല, അങ്ങയുടെ കുഞ്ഞാണ് ഇവളുടെ വയറ്റിൽ വളരുന്നത്. ഇല്ല, നിങ്ങൾ കെട്ടുകഥകൾ പുലമ്പുകയാണ്. എന്റെ ബ്രഹ്മചര്യം ഞാൻ ആർക്കും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ദുഷ്യേട്ടാ, അങ്ങയുടെ ശകുനെ അങ്ങേക്ക് ഓർമ്മയില്ലേ? നമ്മൾ മാലിനി നദിയുടെ തീരത്ത് കണ്ണാടി നോക്കിയിരുന്നത് അങ്ങ് ഓർക്കുന്നില്ലേ? നമ്മൾ SMS വിട്ടും മൊബൈലിലൂടെ ഉമ്മ വെച്ച് കളിച്ചതും ഓർക്കുന്നില്ലേ? ഞാൻ 4 മാസം ഗർഭിണിയാണ് ദുഷ്യേട്ടാ. ഓ, ഗർഭിണി അല്ലടി, ഗർഭിണി. ഭരണിയുടെ ഞാൻ ഈ സ്ത്രീയെ പ്രണയിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഒരൊറ്റ തെളിവ് മതി ജീവിതം മാറാൻ. മകളെ ശകുന്തളെ, നിന്റെ കയ്യിലുള്ള ആ തെളിവ് കാണിച്ചു കൊടുക്കൂ. അത് അനസൂയയുടെ കയ്യിലാണ് അച്ഛാ. ഓ, അനസൂയേ, എടി അനസൂയേ. അനസൂയേ, ഞാനും ദുഷ്യേട്ടനും തമ്മിലുള്ള പ്രണയലീലകൾ നീ ഞങ്ങളറിയാതെ മൊബൈലിൽ ഷൂട്ട് ചെയ്തില്ലേ? ആ വീഡിയോ ക്ലിപ്സ് അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ദുഷ്യേട്ടൻ എന്നെ തിരിച്ചറിയട്ടെ. എന്റെ അനു, ഞാൻ ഓർക്കുന്നു, എല്ലാം ഞാൻ ഓർക്കുന്നു. നമ്മൾ മാലിന്യയുടെ തീരത്ത് കണ്ണാടി നോക്കിയിരുന്നതും ചുട്ടുപൊള്ളുന്ന ചൂടിൽ ആ മണൽക്കാട്ടിലൂടെ പ്രണയിച്ച് ദാഹിച്ച് നടന്നതും എല്ലാം ഞാൻ ഓർക്കുന്നു. അനസൂയെ, എന്നോട് ക്ഷമിക്കൂ. നിന്നെ ഞാൻ മറന്നതിന് എനിക്ക് മാപ്പ് തരൂ. എന്റെ അനു, ഐ ലവ് യു. എന്റെ ദുഷ്യേട്ട, എന്റെ മാത്രം ദുഷ്യേട്ട, ഐ ലവ് യു. അനു വരും, നമുക്ക് അകത്തേക്ക് പോകാം. ദിൽവാലെ ദുൽഹനിയ ലേക്കെ ഗയ. അച്ഛാ, എന്താണ് ഈ കാണുന്നത്? ഇതിൽ എന്റെ ചിത്രങ്ങൾക്ക് പകരം മുഴുവനും അനസൂയയുടെ ചിത്രങ്ങളാണല്ലോ. ഒരൊറ്റ സീനിൽ പോലും ഞാനില്ല. അനസൂയയും ദുഷ്യന്ത മഹാരാജാവും മാലിനി നദിയുടെ തീരത്ത് നിന്ന് മീൻ പിടിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് മനസ്സിലായില്ലേ? മോർഫിംഗ് എന്ന കമ്പ്യൂട്ടർ ടെക്നോളജി ഉപയോഗിച്ച് ഒരാളുടെ ചിത്രങ്ങൾ മറ്റൊരാളുടെ ചിത്രങ്ങളാക്കി മാറ്റാൻ കഴിയും. An idea can change the life. അവൾ അനസൂയയല്ല, അസൂയയാണ്. വഞ്ചകി, അവൾ എന്നെ സതിച്ചാ.